ഒരുവന്റെ ഹൃദയത്തിൽ ക്രിസ്തു പൂർണ്ണമായും വളർന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി ക്രിസ്തുവെന്ന തലയോളം വളർന്നു കഴിയുമ്പോൾ, അവൻ്റെ ഹൃദയത്തിൽ വന്നു ചേരുന്ന ഒരവസ്ഥയാണ് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ അവൻ എത്തിച്ചേരുമ്പോൾ മാത്രമേ അവന് ക്രിസ്തുവിനെ പോലെ പെരുമാറാൻ കഴിയൂ. അവന് സ്നേഹത്തോടും ദയയോടും കരുണയോടും സത്യത്തിനും വേണ്ടി നിലനിൽക്കാൻ അവന് കഴിയുകയുള്ളൂ. ശരിയുടെ ഭാഗത്ത് നിൽക്കാനുള്ള മനോബലം അവനുണ്ടാകണമെങ്കിൽ അവൻ ദൈവരാജ്യത്തിലാകണം. ഇന്ന് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും അടിസ്ഥാന കാരണം അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരും അതിനെ പിൻചെല്ലുന്നവരുമെല്ലാം ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണമായ വളർച്ചയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ആ പരിഹാരമുണ്ടാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മനോഭാവം ഉണ്ടാകണം. ശരിയെ ശരിയെന്ന് കാണാനും തെറ്റിനെ തെറ്റെന്ന് പറയാനുമുള്ള തൻ്റെ ഇടവും മനോബലവും ലഭിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവുണ്ടാകണം. അതില്ലാതെ വന്നപ്പോഴാണ് സഭയിൽ ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം ഉടലെടുത്തത്. ഉത്തരവാദിത്തപ്പെട്ടവർ കൂലങ്കഷമായി അതേക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവജനത്തെ പൂർണ്ണമായും ദൈവരാജ്യോന്മുഖമായ വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ പരിശ്രമിക്കണം. അങ്ങനെ സഭയിൽ ഒരു നവീകരണത്തിൻ്റെ കാറ്റ് വീശാൻ, ഒരു നവീകരണത്തിൻ്റെ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ സഭയ്ക്ക് കഴിയണം. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഭയിൽ ഇന്ന് പ്രശ്നങ്ങൾക്ക് കോപ്പുകൂട്ടുകയാണ്. അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടത്, ഞാൻ ചെയ്യുന്നത്, ഞാൻ പറയുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ ക്രിസ്തുവിനും ക്രിസ്തുവിൻ്റെ രാജ്യത്തിനും ചേർന്ന രീതിയിലാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് വിരുദ്ധമായി എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് ഗുണത്തെക്കാളേറെ ദോഷമേ സഭയ്ക്ക് ചെയ്യുകയുള്ളൂ. ക്രിസ്തുവിനെ ശോഷിപ്പിക്കാൻ മാത്രമേ, ദൈവരാജ്യത്തെ തളർത്താൻ മാത്രമേ അതുപകരിക്കുകയുള്ളൂ എന്ന് നാം മറന്നു പോകരുത്.